പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ സംസ്ഥാനത്തെ പ്രതിഷേധം ശക്തമാണ്. 60% വരുമാന നഷ്ടമുണ്ടാകും ഡിവിഷൻ വിഭജനത്തിലൂടെ നമുക്ക് എന്നതാണ് ഈ പ്രതിഷേധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വരുമാനം കുറഞ്ഞാൽ പാലക്കാട് ഡിവിഷൻ ഒഴിവാക്കി തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. മംഗളൂരു ഡിവിഷൻ ഇല്ലാതാകുന്നതോടെ പാലക്കാട് ഡിവിഷന് പുതിയ ട്രെയിനുകൾ കിട്ടാനുള്ള സാധ്യതയും കേരളത്തിനുള്ള ബജറ്റ് വിഹിതവും കുറയും. നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട്. തിരുവോണനാളിൽ മുഴുവൻ UDF എംപിമാരുടെയും നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സത്യഗ്രഹ സമരവും സംഘടിപ്പിക്കും. കേരളത്തിന്റെ ആശങ്ക അറിയിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ടേക്കും എന്നുള്ളതാണ് വാർത്ത. VS രഞ്ജിത്തും ഇക്ബാൽ അറക്കലും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം VS രഞ്ജിത്തിലേക്കാണ്. VS രഞ്ജിത്ത്, കേരളത്തിന്റെ ആശങ്കയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റ മനസ്സോടുകൂടി ഈ കാര്യം ഉയർത്തണം എന്നതാണ്. നമുക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാകും. ഭാവിയിൽ പാലക്കാട് ഡിവിഷൻ ഇല്ലാതെ പോകുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നതുകൂടിയാണത്. മാധു, തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം മംഗലാപുരം ഡിവിഷൻ എന്നുള്ള ചരക്ക് വരുമാനം തന്നെയാണ്. ചരക്ക് കയറ്റുമായി ബന്ധപ്പെട്ട വരുമാനമാണ്. ഇപ്പോൾ 2000 കോടിയാണ് പാലക്കാട് ഡിവിഷന്റെ വരുമാനമെങ്കിൽ അതിൽ 60% മംഗലാപുരവുമായി ബന്ധപ്പെട്ടതാണ്. മംഗലാപുരം ഡിവിഷൻ ഒഴിവാകുന്നതോടുകൂടി പാലക്കാട് ഡിവിഷൻ പിന്നെ നിലനിർത്തണമോ എന്ന് തന്നെ റെയിൽവേ ഭാവിയിൽ ആലോചിച്ചേക്കാം. ആ പാലക്കാട് ഡിവിഷൻ തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിച്ചാൽ പോലും അതിശയിക്കേണ്ടതില്ല. മാത്രവുമല്ല, ഒരു റെയിൽവേ ഡിവിഷന് ബജറ്റിൽ വിഹിതം അലോക്കേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 മാനദണ്ഡങ്ങൾ: ഒന്ന് വരുമാനം, മറ്റൊന്ന് പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ, മറ്റൊന്ന് ട്രാക്കിന്റെ കിലോമീറ്റർ വലുപ്പമാണ്. ഇത് 3ഉം കുറയുമെന്നുള്ളതാണ്. പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം മംഗലാപുരം വെട്ടിമാറ്റുന്നതോടുകൂടി അതിന്റെ വലിപ്പം കുറയുന്നു, അതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ ഒഴിവായി പോകുന്നു, അതിന്റെ വരുമാനം കുറയുന്നു. അതുകൊണ്ട് ഇനിയുള്ള ബജറ്റുകളിൽ പാലക്കാട് ഡിവിഷനുള്ള വരുമാനം, പാലക്കാട് ഡിവിഷനുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. മംഗലാപുരം ഡിവിഷൻ ഒഴിവാകുന്നതോടുകൂടി പുതിയ ട്രെയിനുകൾ കേരളത്തിലേക്ക്, ഈ പാലക്കാട് ഡിവിഷനിലേക്ക് അനുവദിക്കപ്പെടാനുള്ള സാധ്യത കുറയും. ഇനി അതൊന്നുമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ എമർജൻസി കോട്ട തിരുവനന്തപുരം RECയിലേക്കൊക്കെ പോകേണ്ട ആളുകൾ പെട്ടെന്ന് ജനപ്രതിനിധിയുടെ സഹായത്തോടു കൂടി എമർജൻസി കോട്ട നൽകാറുണ്ട്. ഇനിയിപ്പോൾ എമർജൻസി കോട്ട കൊടുക്കണമെങ്കിൽ അത് സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ഭാഗത്തുമായിട്ടുള്ള മൈസൂരു ഡിവിഷനിൽ അപേക്ഷിക്കേണ്ടി വരും. നമുക്കിവിടെ പാലക്കാട് ഡിവിഷനിൽ അപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ട്രെയിനുകളുടെ അഭാവം ഉണ്ടാവുന്നു, വിഹിതം കുറയുന്നു. ഈ പാലക്കാട് ഡിവിഷൻ തന്നെ ഇല്ലാതാവുമോ എന്ന ആശങ്കയുണ്ട്. ഏതായാലും ഈ ആശങ്ക ജനപ്രതിനിധികൾ എത്തുന്നു. ആശങ്ക അറിയിക്കാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് അശ്വിനി വൈഷ്ണവിനെ കാണുമെന്ന് അറിയുന്നു. വലിയ സമരത്തിലേക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ പോകുന്നത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇക്ബാൽ അറക്കൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ഇക്ബാൽ, സമരം എന്നത് തന്നെയാണ് തീരുമാനം. മുഴുവൻ MPമാരും ചേർന്ന് തിരുവോണ നാളിൽ സത്യഗ്രഹ സമരം നടത്താനുള്ള തീരുമാനമാണ്. യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അത് തീർച്ചയായും പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരുവോണ നാളിൽ അവരുടെ ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ UDF എംപിമാരും പാലക്കാട് റെയിൽവേ ഡിവിഷന് മുന്നിൽ സത്യാഗ്രഹ സമരം ഇരിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാടിന് മാത്രമല്ല, റെയിൽവേയുടെ തന്നെ വികസനം, കേരളത്തിലെ റെയിൽവേ വികസന മോഹങ്ങളെല്ലാം ഇല്ലാതാകും എന്നുള്ളതാണ് MPമാർ ആശങ്കയോടുകൂടി പറയുന്നത്. കേരളത്തിന് ലഭിക്കേണ്ട റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടും ലഭിക്കാത്ത രീതിയിലേക്ക് ഈ വിഭജനം കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ പുതിയ ട്രെയിനുകൾ ലഭിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ ഒരുപാട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കേരളത്തെ ഈ വിഷയം എത്തിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ MPമാരും ഒരുമിച്ചിരുന്നുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു. തിരുവോണ നാളിൽ കേരളത്തിലെ മുഴുവൻ UDF എംപിമാരും പാലക്കാട്ടേക്ക് എത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷന് മുന്നിൽ അവർ സത്യാഗ്രഹം നടത്തും. നാളെ മുതൽ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഈ വിഷയത്തിൽ റെയിൽവേക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഡിവിഷണൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. യുവജന രോക്ഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ് നടത്തുന്നത്. ഒരിക്കലും പാലക്കാട് റെയിൽവേ ഡിവിഷനെ കീറിമുറിക്കാൻ അനുവദിക്കില്ല റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസും കടക്കുന്ന. ഒരുപാട് പേരുടെ ജോലി ഉൾപ്പെടെ വലിയ രീതിയിൽ ആശങ്കയാക്കുന്ന വിഷയമാണിത്. കാരണം മംഗലാപുരം മേഖലയിൽ ഇപ്പോൾ തന്നെ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റുമ്പോൾ അവരുടെ എല്ലാം ജോലിയെ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസും എല്ലാം ഈ വിഷയം വലിയ രീതിയിൽ ഏറ്റെടുത്ത് പ്രതിഷേധമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. അടുത്ത ദിവസം തന്നെ CPIM ഈ വിഷയത്തിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാധു.
യെസ്, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയതൊപ്പം ഇക്ബാൽ അരക്കിലും. എന്തായാലും ഈ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക കേരളത്തിലുണ്ട്. നമുക്കറിയാം, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് എത്രയോ കാലം നമ്മൾ അതൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഏറ്റവും അവസാനമാണ് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയത് അങ്ങനെ ഒരു പരിപാടി ഇനിയില്ല, അത് പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളത്. പാലക്കാട് ഡിവിഷൻ കൂടി വിഭജിക്കുകയാണ്, വലിയ വരുമാന നഷ്ടം. ഭാവിയിൽ ഡിവിഷൻ ഇല്ലാതെ പോകുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ കാണും.